റോഡരികിൽ ഒരു ചെറിയ കട നടത്തുന്ന പാവപ്പെട്ട യുവാവാണ് വിക്രം. വണ്ടികളുടെ പഞ്ചർ ഒട്ടിച്ചാണ് അവൻ ഉപജീവനം കണ്ടെത്തുന്നത്. കഠിന അധ്വാനിയും സത്യസന്ധനുമായ അവൻ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വില കൂടിയ ഒരു ആഡംബര കാർ അവന്റെ കടയുടെ മുന്നിൽ വന്നു നിന്നു. കാറിന്റെ ഒരു ടയർ പഞ്ചറായിരുന്നു. കാറിൽ നിന്നും മധ്യവയസ്കയായ ഒരു സമ്പന്ന സ്ത്രീ പുറത്തിറങ്ങി. അവർ വളരെ അസ്വസ്ഥയായിരുന്നു. എത്രയും വേഗം ടയർ നന്നാക്കി തരാൻ അവർ വിക്രമിനോട് ആവശ്യപ്പെട്ടു. വിക്രം ഒട്ടും സമയം കളയാതെ വളരെ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ജോലി ചെയ്യാൻ തുടങ്ങി. അവന്റെ ഓരോ ചലനങ്ങളും ആ സ്ത്രീ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത്രയും ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യുന്ന ആളുകൾ കുറവാണെന്ന് അവർക്ക് തോന്നി. വിക്രം പണം വാങ്ങിയ ശേഷം അവരോട് യാത്ര പറഞ്ഞു. എന്നാൽ അവന്റെ വിനയവും പെരുമാറ്റവും അവരെ ഏറെ ആകർഷിച്ചു. അവർ വിക്രമിന്റെ ജീവിതത്തെയും വരുമാനത്തെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. താൻ വിചാരിച്ചതിലും വലിയൊരു പ്രതിഭയാണ് ഈ പാവപ്പെട്ട പയ്യന്റെ ഉള്ളിലുള്ളതെന്ന് ആ കോടീശ്വരിക്ക് മനസ്സിലായി. വിക്രം തന്റെ മാസ വരുമാനം വളരെ കുറവാണെന്ന് അവരോട് തുറന്നു പറഞ്ഞു. ചില ദിവസങ്ങളിൽ കാര്യമായ ജോലിയൊന്നും ഉണ്ടാകാറില്ലെന്നും അവൻ വ്യക്തമാക്കി. ഇത് കേട്ട സ്ത്രീ അവന് മുന്നിൽ ഒരു വലിയ ഓഫർ വെച്ചു. തന്നോടൊപ്പം വന്ന് തന്റെ ബിസിനസ്സിലും വീട്ടിലും സഹായിയായി നിന്നാൽ മാസം 50,000 രൂപ ശമ്പളം നൽകാമെന്ന് അവർ പറഞ്ഞു. വിക്രമിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തുക അവൻ സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. ആ സ്ത്രീ തന്റെ വിസിറ്റിംഗ് കാർഡ് വിക്രമിന് നൽകിയിട്ട് പറഞ്ഞു, ഇതിൽ എന്റെ വീടിന്റെ വിലാസമുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാം, ഞാൻ കാത്തിരിക്കും. അവർ പോയതിനു ശേഷം വിക്രം വലിയൊരു ആശയക്കുഴപ്പത്തിലായി. ഇതൊരു നല്ല അവസരമാണോ അതോ വല്ല ചതിക്കുഴിയാണോ എന്ന് അവൻ ചിന്തിച്ചു. ഒരു വശത്ത് അവന്റെ ദാരിദ്ര്യവും മറുവശത്ത് അജ്ഞാതമായ ഭയവും അവനെ അലട്ടി. ഒടുവിൽ ഭയന്ന് ഒളിച്ചിരുന്നാൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പിച്ചു. എന്തു വന്നാലും നേരിടാൻ ഉറച്ച് അവൻ വിലാസം തേടി ഇറങ്ങാൻ തീരുമാനിച്ചു. വിക്രം പറഞ്ഞ വിലാസം തേടിപ്പിടിച്ച് ആ വലിയ ബംഗ്ലാവിന് മുന്നിലെത്തി. സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അത്രയും വലിയൊരു കൊട്ടാരമായിരുന്നു അത്. ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാർ ആദ്യം അവനെ തടഞ്ഞു. എന്നാൽ ആ സ്ത്രീ നൽകിയ കാർഡ് കാണിച്ചപ്പോൾ അവർ വിക്രമിനെ ബഹുമാനത്തോടെ അകത്തേക്ക് കടത്തിവിട്ടു. അകത്തെ ആഡംബരങ്ങൾ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി. ആ സമയത്ത് ആ സ്ത്രീ അവിടേക്ക് വരികയും അവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അവർ വിക്രമിനോട് പറഞ്ഞു, നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ കണ്ണുകളിൽ മുന്നേറാനുള്ള ആഗ്രഹം ഞാൻ കണ്ടതാണ്. തനിക്ക് വെറും ഒരു വേലക്കാരനല്ല, മറിച്ച് കണ്ണടച്ച് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു മനുഷ്യനെയാണ് ആവശ്യമെന്ന് അവർ വ്യക്തമാക്കി. വിക്രം ആ വാക്കുകൾ നെഞ്ചിലേറ്റി. താൻ അവരുടെ വിശ്വാസം ഒരിക്കലും തകർക്കില്ലെന്ന് അവൻ ഉറപ്പു നൽകി. തുടർന്ന് മറ്റൊരു പഴയ ജീവനക്കാരനായ രാമുവിനോട് വിക്രമിന് താമസിക്കാനുള്ള മുറി കാണിച്ചു കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. വൃത്തിയുള്ള ഒരു നല്ല മുറിയാണ് അവന് ലഭിച്ചത്. തന്റെ പുതിയ ജീവിതം അവിടെ ആരംഭിക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ബംഗ്ലാവിലെ പുതിയ അന്തരീക്ഷവുമായി വിക്രം വളരെ വേഗം പൊരുത്തപ്പെട്ടു. അവൻ വീട്ടിലെ ഓരോ ചെറിയ ജോലികളും വളരെ വൃത്തിയായും കൃത്യസമയത്തും ചെയ്തു തീർത്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില പഴയ ജീവനക്കാർക്ക് വിക്രമിനോട് അസൂയ തോന്നി തുടങ്ങി. അവൻ പുതിയ ആളാണെന്നും അവിടെ അധിക നാൾ കഴിയില്ലെന്നും അവർ അവനെ പരിഹസിച്ചു. എന്നാൽ വിക്രം ആരോടും തർക്കിക്കാൻ പോയില്ല. താൻ ഇവിടെ ജോലി ചെയ്യാനും പഠിക്കാനുമാണ് വന്നതെന്നും ആരോടും മത്സരിക്കില്ലെന്നും അവൻ അവരോട് ശാന്തമായി പറഞ്ഞു. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ വിക്രമിന്റെ കഠിനാധ്വാനം കാരണം വീടിന്റെ ഭംഗിയും അച്ചടക്കവും വർദ്ധിച്ചു. ഒരു ദിവസം ആ സ്ത്രീ തന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഫയൽ കാണാതെ വിഷമിക്കുകയായിരുന്നു. വിക്രം വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞ് ആ ഫയൽ കണ്ടെത്തി അവർക്ക് നൽകി. ഇത് അവരുടെ മനസ്സിൽ വിക്രമിനോടുള്ള ബഹുമാനം വീണ്ടും വർദ്ധിപ്പിച്ചു. അവൻ മറ്റുള്ള ജീവനക്കാരെ പോലല്ലെന്നും തികച്ചും വ്യത്യസ്തനായ ഉത്തരവാദിത്തമുള്ള ഒരാളാണെന്നും അവർ ഉറപ്പിച്ചു. ആ വീടിപ്പോൾ വിക്രമിന് വെറും ഒരു ജോലി സ്ഥലമല്ല, മറിച്ച് സ്വന്തം കുടുംബം പോലെയായി മാറി. വിക്രമിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സംതൃപ്തി തോന്നിയ ആ സ്ത്രീ അവനെ വിളിച്ച് സംസാരിച്ചു. വീട്ടുജോലികൾ മാത്രമല്ല, തന്റെ ബിസിനസ് കാര്യങ്ങളിലും അവൾ അവനെ പങ്കാളിയാക്കാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട പല ബിസിനസ് ഫയലുകളും തീരുമാനങ്ങളും അവർ വിക്രമിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം ബിസിനസ്സിൽ വലിയൊരു ഓർഡർ തെറ്റായി ഡെലിവറി ചെയ്യപ്പെട്ടു. കമ്പനിക്ക് കോടികളുടെ നഷ്ടം വരാവുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ആ സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു. എന്നാൽ വിക്രം ഒട്ടും ഭയപ്പെടാതെ രംഗത്തിറങ്ങി. അവൻ എതിർ കക്ഷികളുമായി വളരെ സമ്മർദ്ദമായി സംസാരിക്കുകയും തെറ്റായ സാധനങ്ങൾ മാറ്റി ശരിയായവ എത്തിക്കാൻ അടിയന്തരമായി ക്രമീകരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കമ്പനിയെ വലിയൊരു തകർച്ചയിൽ നിന്നും അവൻ രക്ഷിച്ചു. അവന്റെ ഈ ബുദ്ധി സാമർത്ഥ്യം കണ്ട് ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭർത്താവിന്റെ മരണശേഷം താൻ ഒറ്റക്കാണ് ഇതെല്ലാം നോക്കി നടത്തിയതെന്നും ഒരു ഭയത്തോടെയാണ് ജീവിച്ചിരുന്നതെന്നും അവർ വിക്രമിനോട് പറഞ്ഞു. താൻ കൂടിയുള്ളപ്പോൾ ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്ന് വിക്രം അവർക്ക് ധൈര്യം നൽകി. ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ ചില സാമ്പത്തിക രേഖകളിൽ വിക്രമിന് വലിയ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. കമ്പനിയിലെ പണം ആരോ രഹസ്യമായി
തട്ടിയെടുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ആ തെളിവുകളെല്ലാം ശേഖരിച്ച് ആ സ്ത്രീയുടെ മുന്നിലെത്തിച്ചു. ഫയലുകൾ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി. കാരണം ആ തട്ടിപ്പ് നടത്തിയിരുന്നത് മറ്റാരുമല്ല, അവരുടെ സ്വന്തം കുടുംബാംഗമായ റിസ്വാൻ ആയിരുന്നു. വിശ്വസ്തയുടെ മുഖം മൂടി അണിഞ്ഞ് അയാൾ കമ്പനിയെ തകർക്കുകയായിരുന്നു. ആ സ്ത്രീ ഉടൻ തന്നെ റിസ്വാനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചു. അയാൾ ആദ്യം നിഷേധിച്ചെങ്കിലും വിക്രം തെളിവുകൾ നിരത്തിയപ്പോൾ അയാൾക്ക് മറുപടിയില്ലായിരുന്നു. സ്വന്തം രക്തം തന്നെ വഞ്ചിച്ചതോർത്ത് ആ സ്ത്രീ സങ്കടപ്പെട്ടു. എന്നാൽ വിക്രം സത്യത്തിന്റെ കൂടെ നിന്നു. റിസ്വാനെ വീട്ടിൽ നിന്നും ബിസിനസ്സിൽ നിന്നും അവർ ശാശ്വതമായി പുറത്താക്കി. നഷ്ടം മുഴുവൻ അയാൾ നികത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. അന്ന് വിക്രം ഇല്ലായിരുന്നുവെങ്കിൽ താൻ പൂർണ്ണമായും വഴിയാധാരമായി പോകുമായിരുന്നുവെന്ന് അവർ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ബിസിനസ്സിലെ പ്രതിസന്ധികൾ മാറിയെങ്കിലും ആ സ്ത്രീയുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ ദുരന്തം കാത്തിരിപ്പുണ്ടായിരുന്നു. അവരുടെ ഏക മകനായ ദാനിഷ് അമ്മയുമായി വഴക്കിട്ട് വീട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അമ്മയുടെ നിയന്ത്രണങ്ങളിൽ ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് പോകുന്നതെന്നും കാണിച്ച് അവനൊരു കത്ത് എഴുതിവെച്ചു. എന്നെ ഇനി ആരും തിരയേണ്ടതില്ലെന്നും അതിലുണ്ടായിരുന്നു. രാവിലെ കത്ത് കണ്ട ആ സ്ത്രീ പൂർണ്ണമായും തകർന്നുപോയി. തന്റെ ഏക ആശ്രയവും പ്രതീക്ഷയുമായിരുന്ന മകൻ തന്നെ ഉപേക്ഷിച്ചു പോയത് അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അവർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. താൻ അവന് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയിട്ടും അവൻ എന്തുകൊണ്ടാണ് തന്നെ തനിച്ചാക്കിയതെന്ന് അവർക്ക് മനസ്സിലായില്ല. കരഞ്ഞു തളർന്ന അവർ മുറിയിൽ അടച്ചിരുന്നു. ആഹാരം കഴിക്കാനോ ആരോടും സംസാരിക്കാനോ അവർ തയ്യാറായില്ല. ജീവിക്കുന്നതിൽ ഇനി ഒരു അർത്ഥവുമില്ലെന്നും മരിക്കുകയാണ് നല്ലതെന്നും അവർ ചിന്തിച്ചു. ആ വലിയ ബംഗ്ലാവിൽ അവർ വീണ്ടും പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. ഇത് കണ്ട വിക്രമിന്റെ നെഞ്ച് തകർന്നു. അവൻ ഭക്ഷണവുമായി അവരുടെ മുറിയിലെത്തി. അവൻ അവരോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. നിങ്ങൾ ഇങ്ങനെ തളർന്നു പോകരുത്. നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല. മകൻ പോയെങ്കിൽ എന്താ, ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ എന്ന് അവൻ ചോദിച്ചു. അവൻ നിർബന്ധിച്ച് അവരെ ഭക്ഷണം കഴിപ്പിച്ചു. വിക്രമിന്റെ ഈ ആത്മാർത്ഥമായ പരിചരണവും സ്നേഹവും കണ്ടപ്പോൾ അവർക്ക് അവനോട് വലിയ ബഹുമാനവും നന്ദിയും തോന്നി. ഈ ലോകത്ത് എല്ലാവരും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ യാതൊരു ലാഭവുമില്ലാതെ തന്നെ നോക്കുന്ന വിക്രം ഒരു ദൈവത്തെ പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. വിക്രമിന്റെ സാന്നിധ്യം അവർക്ക് വലിയൊരു മാനസിക പിന്തുണ നൽകി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ സങ്കടത്തിൽ നിന്നും പതുക്കെ പുറത്തു കടക്കാൻ തുടങ്ങി. വിക്രം കൂടിയുള്ളപ്പോൾ തനിക്ക് യാതൊരു ഭയവുമില്ലെന്ന് അവർക്ക് തോന്നി തുടങ്ങി. അവൾ അവനെ വെറും ഒരു ജീവനക്കാരനായല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി കാണാൻ തുടങ്ങി. ഒരു ദിവസം വിക്രം തന്റെ മനസ്സിലെ പ്രണയം അവരോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞു, മാഡം, നിങ്ങളിപ്പോൾ എനിക്ക് വെറും ഒരു മുതലാളിയല്ല, അതിനുമപ്പുറം എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് എന്റെ മനസ്സ് ഭയക്കുന്നു. ഇത് കേട്ട സ്ത്രീ ആദ്യം അത്ഭുതപ്പെട്ടെങ്കിലും അവർക്കും അവനോട് അതേ പ്രണയം തന്നെയുണ്ടായിരുന്നു. മുൻപ് പലതവണ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് വീണ്ടും ഒരു തകർച്ച താങ്ങാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ വിക്രം അവരുടെ കൈകൾ പിടിച്ച് ഉറപ്പു നൽകി, താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ വിഷമിപ്പിക്കില്ലെന്ന്. ഇതോടെ അവർ തങ്ങളുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ വലിയ ബംഗ്ലാവും കോടികളുടെ സ്വത്തുക്കളും തനിക്കിനി ആവശ്യമില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞു. അതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് ദാനം ചെയ്യാനും വിക്രമിന്റെ കൂടെ ആരും അറിയാതെ ഒരു ഗ്രാമത്തിൽ പോയി ലളിതമായി ജീവിക്കാനും അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. വിക്രം അതിനെ പൂർണ്ണ സമ്മതത്തോടെ പിന്തുണച്ചു. അവർ തങ്ങളുടെ കോടികളുടെ സ്വത്തുക്കൾ മുഴുവൻ പാവങ്ങൾക്കായി എഴുതിവെച്ചു. സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് അവർ വിക്രമിന്റെ ഗ്രാമത്തിലുള്ള ചെറിയ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ യാതൊരു ആഡംബരങ്ങളും ഇല്ലായിരുന്നുവെങ്കിലും വലിയൊരു സമാധാനം ഉണ്ടായിരുന്നു. ഗ്രാമത്തിലെ ലളിതമായ ജീവിതവും അവിടുത്തെ ശുദ്ധവായുവും ജനങ്ങളുടെ പെരുമാറ്റവും ആ സ്ത്രീക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. താൻ തിരിഞ്ഞ യഥാർത്ഥ സന്തോഷം ഇതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഗ്രാമത്തിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് അവർ പരസ്പരം മാലയിട്ടു. ജാതിയോ മതമോ പണമോ പ്രായവ്യത്യാസമോ ഒന്നും അവരുടെ സ്നേഹത്തിന് തടസ്സമായില്ല. അഗ്നിയെ സാക്ഷി നിർത്തി അവർ 7 പ്രാവശ്യം വലം വെച്ചു. ജീവിതകാലം മുഴുവൻ പരസ്പരം തുണയായിരിക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. പണത്തിന്റെ ലോകത്തു നിന്നും വന്ന് മനസ്സിന്റെ നന്മ കൊണ്ട് വിക്രം ആ സ്ത്രീയുടെ ജീവിതം മാറ്റിമറിച്ചു. ഒരു പാവപ്പെട്ട പഞ്ചർ ഒട്ടിക്കുന്ന പയ്യന്റെയും കോടീശ്വരിയായ സ്ത്രീയുടെയും ഈ സ്നേഹകഥ യഥാർത്ഥ പ്രണയത്തിന്റെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ശുഭമായി അവസാനിക്കുന്നു.